ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇന്ന് കുക്കിങ്ങുമായിട്ട് വന്നേക്കണം. ഇന്ന് ഞാൻ പാലക്ക് ബ്രോക്കോളി ചിക്കൻ സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ പാലക്ക് ബ്രോക്കോളിയും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ബഞ്ച് പാലക്കും, പിന്നെ ഒരു ചെറിയ ബ്രോക്കോളി, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5-6 വെളുത്തുള്ളിയും. ഇതിനായി ഞാൻ വെർജിൻ ഒലിവ് ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതിനായി ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ചു. കുക്കർ ചൂടായി കഴിഞ്ഞപ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് തിളച്ച് അതിൻ്റെ ആ പുക ഇങ്ങനെ വരില്ലേ, തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരല്പം നേരം ഇതിങ്ങനെ അതിൻ്റെ പച്ചപ്പ് മാറിയതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ച ബ്രോക്കോളി ഇട്ടിട്ടുണ്ട്. ആ ബ്രോക്കോളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ച നമ്മുടെ പാലക്കും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതും വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നേരിയതായിട്ട് അധികം ഒത്തിരി വഴകണ്ട, കാരണം നമ്മൾ കുക്കറിൽ വിസിൽ വരുത്തേണ്ടതാണല്ലോ. എന്നാലും അതൊന്ന് പച്ചപ്പ് ഇങ്ങനെ ഒന്ന് വഴറ്റി തന്നെ പച്ചപ്പൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് അധികം ഇടണ്ട, ലാസ്റ്റ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതി. പാലക്കിൽ ഉള്ളത് കാരണം ചിലപ്പോൾ ഉപ്പ് അധികം തോന്നിക്കും നമുക്ക്. എന്നിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഒന്ന് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ വെള്ളം ഒരു 3 കപ്പ് വെള്ളമാണ്, ഒരു ജഗ്ഗിലാണ് ഒഴിച്ചേക്കണം. അളന്നൊഴിക്കുന്നെങ്കിൽ അളന്നൊഴിക്കുക. ഞാനൊരു 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ആദ്യം 2 കപ്പ് ഒഴിച്ചു. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കപ്പ് കൂടി ഒഴിക്കാം. അങ്ങനെ ഞാൻ മൊത്തം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ഒരു 200 ഗ്രാം ചിക്കനുണ്ട് കേട്ടോ. അത് ചെറുതായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുവാണ്. അപ്പോൾ ചിക്കൻ കൂടി ചേർത്തതിന് ശേഷം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ കുക്കറിൻ്റെ മൂടിയിട്ട് ഒരു 4 വിസിൽ വരുത്തിച്ചു. കാരണം ഇത് വേഗം വേകും. കാരണം ചിക്കനും ബ്രോക്കോളിയും പാലക്കൊക്കെ നല്ലവണ്ണം വേഗം 1-2 വിസിലിൽ തന്നെ വേഗം. എന്നാലും ഞാൻ നല്ലവണ്ണം ഒരു 4 വിസിൽ വരുത്തി. അപ്പോഴേക്കും അത് നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ. നല്ലവണ്ണം 4 വിസിലിൽ തന്നെ നല്ലവണ്ണം അത് വെന്തിട്ടുണ്ട്. പിന്നെ നമുക്കത് കയ്യിൽ കൊണ്ട് നല്ലവണ്ണം ഒന്ന് ഉടച്ചെടുക്കുക. അരക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത് ഓൾറെഡി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കൊണ്ട് ഞാൻ നല്ലവണ്ണം അത് ഒന്ന് ഉടച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചേർക്കേണ്ടത് ഫ്രഷ് ക്രീം ചേർക്കുക. അതിനായിട്ട് ഞാൻ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഫ്രഷ് ക്രീം മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു 2 സ്പൂണ് ഫ്രഷ് ക്രീമാണ് ഞാൻ ഇതിനകത്തേക്ക് ഇടുന്നത്. ഫ്രഷ് ക്രീം ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് നല്ലൊരു തിക്ക് ഗ്രേവി പോലെയാകും. അതിനകത്തേക്ക് ഇനി ആവശ്യത്തിന് നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ആ കുരുമുളക് ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രോക്കോളിക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ആയി, എല്ലാം അതായി. അങ്ങനെ ബ്രോക്കോളി സൂപ്പ് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്താലോ. അതിനായിട്ട് ഒരു ബൗളെടുത്ത് നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. ബ്രോക്കോളി സൂപ്പ് റെഡിയായിട്ടുണ്ട്. ബ്രോക്കോളി ചിക്കൻ സ്പിനച്ച് പാലക്ക് സൂപ്പ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ സൂപ്പൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സൂപ്പ് ഒരു ബൗളിലോട്ട് സെർവ് ചെയ്യുകയാണ് കേട്ടോ. ബൗളിലോട്ട് സെർവ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഫ്രഷ് ക്രീമൊക്കെ ഇങ്ങനെ നല്ല ഇതായിട്ട് ഗാർണിഷ് ചെയ്യുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി കൂടി അതിൻ്റെ മുകളിലോട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ വരുമ്പോൾ ബൈ.